യെസ്, ശബരിമലയിൽ നിന്നും കൂടുതൽ ആശങ്കാജനകമായ വാർത്തകളാണ് ഓരോ നിമിഷവും ജനം ടി വി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരവസ്ഥയെപ്പറ്റി പ്രതികരിക്കാൻ നമ്മളോടൊപ്പം നമ്മുടെ ഒരു പ്രേക്ഷകൻ ചെന്നൈയിൽ നിന്നും ഹരി ചേരുന്നുണ്ട്. ഹരി, എന്താണ് ഈ അവസരത്തിൽ പ്രതികരിക്കാനുള്ളത്? ഈ ADGP പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ ഭക്തജനങ്ങളാണ് ഇപ്പോഴുള്ള ഈ തിരക്കിനുള്ള കാരണം, ഈ നിയന്ത്രണമൊക്കെ പാളാൻ കാരണം ഭക്തജനങ്ങളാണെന്നുള്ള ഒറ്റ കുറ്റം, ആ കുറ്റം ചുമത്തി അദ്ദേഹം രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെയാണോ? സ്വാമി ശരണം, സ്വാമിയെ ശരണമയ്യപ്പ. ഇത് ഒരിക്കലും ഭക്തജനങ്ങളാൽ വന്നുള്ള ഒരു കുഴപ്പമല്ല. ഇത് 100% കേരള ഗവൺമെന്റിന്റെ ഒരു വീഴ്ച തന്നെയാണ്. ഇവർ കുറെ ദിവസം മുമ്പ് അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് പമ്പയിൽ ഒരു മീറ്റിംഗ് ഉണ്ടാക്കിയിരുന്നല്ലോ. അതിൽ അവർ എന്താണ് ഈ ഒരു വിഷയം എന്തുകൊണ്ടാണ് അവർ ചർച്ചയ്ക്ക് വിധേയമാക്കാത്തത്? വർഷാവർഷം ഈ ഭക്തജനങ്ങളുടെ തിരക്ക് കൂടുന്നു എന്നുള്ള കാര്യം നമ്മുടെ ഡേറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാവുന്നതാണ്. ഈ അയ്യപ്പ സംഗമത്തിൽ ഇത് എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടില്ല, ഇത് എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വിധേയമാക്കിയില്ല, ഇതിനൊരു ഇനിഷ്യേറ്റീവ് എന്താണ് അവർ എടുത്തിട്ടുള്ളത്? ഒരു കേരള ഗവൺമെന്റ് ആയാലും ശരി, ഒരു പോലീസ് ബോഡി ആയാലും ശരി, അവർ എന്തുകൊണ്ടൊന്നും ഇതിൽ ചർച്ച ചെയ്തിട്ടില്ല. ഇതേപോലുള്ള ഈ ഭക്തരുടെ തലയിൽ വെച്ച് ഒഴിയുന്ന ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല തലമൂത്ത ഗുരുസ്വാമിമാരുടെയും പല തലമൂത്ത അയ്യപ്പ ഭക്തന്മാർക്കും ഉണ്ടാക്കുന്ന ഒരു മനസ്സിലുണ്ടാക്കുന്ന ഒരു വ്രണം തന്നെയാണിത്. അതുകൊണ്ട് ADGP ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും ദയവായി തിരിച്ച് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഭക്തർ വരാതെ പിന്നെ എന്തോ ചെയ്യും? ഭക്തരെല്ലാം വീട്ടിൽ കുത്തി ഇരിക്കണമെന്നാണോ ഇദ്ദേഹം പറയുന്നത്? അങ്ങനെ ഭക്തർ വീട്ടിൽ കുത്തി ഇരുന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്താണ് അവിടെ പ്രാധാന്യം? ഇദ്ദേഹത്തിന്റെ റോൾ എന്താണ് അവിടെ? തീർച്ചയായും താങ്കൾ പറയുന്നതെല്ലാം 100% ശരിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേരള സർക്കാരിന് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വെച്ച് ഒഴിഞ്ഞു പോയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ കൊടുക്കുക. അതെ, അതാണിപ്പോൾ K ജയകുമാറും ആവശ്യപ്പെടുന്നത്. യെസ്, കേരള പോലീസിന്റെ ഒരു വീഴ്ച തന്നെയാണിത്. അതെ. നന്ദി ശ്രീഹരി. എന്തായാലും നിങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം വളരെ 100% ശരിയാണ്.